തൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിധി. സ്നേഹനിറഞ്ഞ പിതാവേ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഒരുമിച്ച് വരുമ്പോൾ ഒരു വർഷക്കാലം നീണ്ടുനിന്ന ഓൺലൈനിലൂടെയുള്ള ഒരു മിഷണറി പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലം കടന്നുപോയി. അതിനൊരു സർട്ടിഫിക്കറ്റ് വിതരണവും നമ്മുടെ ഒരു വലിയ കുടുംബങ്ങൾ ഒരുമിച്ച് വരികയും ചെയ്യുന്ന ഒരു ഒത്തുചേരലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പ്രത്യേകമായി ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, നമ്മൾ ആദ്യമായിട്ടാണ് കോവിഡ് തുടങ്ങിയപ്പോഴാണ് എല്ലാം ഓൺലൈനിൽ നമ്മൾ പ്രോഗ്രാം ആരംഭിച്ചത്. ആദ്യമായിട്ടാണ് കരിഗ്മ ഇവാഞ്ചലൈസേഷൻ മിഷണറി ട്രെയിനിങ് ഓൺലൈനിൽ മുഴുവൻ കോഴ്സ്, ഫുൾ കോഴ്സ് നമ്മൾ ചെറിയ 10 ദിവസത്തെ 10 ആഴ്ചത്തെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം കൊണ്ട് നീണ്ടു സംബന്ധിച്ച് കുറേ കൂടി ആഴത്തിൽ അത് പഠിക്കുന്നതിന് പ്രത്യേകമായിട്ട് ഓൺലൈനിലായതുകൊണ്ട് തന്നെ അത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആയിരുന്നു. നിങ്ങളെല്ലാം ഓരോ പവർ പോയിന്റിലൂടെ പോകുമ്പോഴും അത് അതിൻ്റേതായ രീതിയിൽ ക്രമപ്പെടുത്താനായിട്ട് ധാരാളം പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം 1 മണിക്കൂറിനുള്ളിൽ ഈ കണ്ടന്റ് കൃത്യമായി കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതിൽ ആ കണ്ടന്റ് നമ്മളെ ആദരിച്ച് സംസാരിക്കുകയും അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും പ്രാർത്ഥിച്ച് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പിതാവെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ 2-3 വാക്കിൽ വളരെ വേറെ നിർത്തി. കാരണം പിതാവിന് മാനന്തവാടിയിൽ എത്തേണ്ടതാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു രോഗിയെ സന്ദർശിക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രാം പിതാവിന് മിനിഞ്ഞാന്ന് വന്നു വീണ ആത്മീയമായ പിന്തുണ കൊടുക്കുക, മാനസികമായ പിന്തുണ കൊടുക്കുക, ഭൗതികമായ പിന്തുണ കൊടുക്കുക. ഞങ്ങൾ 2 മക്കളുള്ള വീട്ടിലാണ്. ഞങ്ങളുടെ അമ്മ ഒന്നേ പ്രസവിച്ചിട്ടുള്ളൂ. അതോടുകൂടി ഇത്തരണ്ടന്മാരായതുകൊണ്ട് പ്രസവം നിർത്തി. ഒറ്റ പ്രസവത്തിൽ 2 പേര് വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ തീരുമാനത്തിന് വന്നത് ഞാൻ ജീസസ് മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം. വേറെ ആരും മാനസികമായി വേറെ പിന്തുണയുണ്ട്. പക്ഷെ കർത്താവിനെ അറിഞ്ഞു, ദൈവവചനം വായിച്ചു. അപ്പം ധാരാളം മക്കൾ, ദൈവം തരുന്ന മക്കളെ മുഴുവൻ ധാരാളം ഓക്കെ.
ഈശ്വരയ്ക്ക് ഞാൻ ആരെയാണ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ആരെയും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരെയും അഡ്രസ്സ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എന്നോട് പിതാവ് ഇങ്ങനെ അദ്ദേഹത്തിന് അത്യാവശ്യം പോകേണ്ടതുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് വഴി നടന്നു പോയപ്പോൾ എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രോഗ്രാമായിരുന്നു, ഞങ്ങളുടെ ധ്യാനമായിരുന്നു, പിതാക്കന്മാരുടെ ധ്യാനം, ACDC പൊമ്മന്ത്രീത്തിലെ പിതാക്കന്മാരവിടെ ഉണ്ടായിരുന്നു. ധ്യാനം ഉച്ചയ്ക്ക് തീർന്നേ ഉള്ളൂ. നേരത്തെ ഡിന്നർ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വന്നു. എന്നോട് ഇങ്ങനെ ചോദിച്ചു എപ്പോഴാണ് പോകുന്നത്, ധ്യാനം കഴിയുന്ന പാടെ നേരെ അങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ മാനന്തവാടിക്ക്. അപ്പോൾ ലക്ഷണമൊക്കെ ഇങ്ങനെ എല്ലാം വിലയിരുത്തിയതിന് ശേഷം ഒരു ഉപകാരം ചെയ്യാമോ, അങ്ങനെ അങ്കമാലിയിൽ ഒരു കുഞ്ഞു പ്രോഗ്രാം ഞാൻ എൻ്റെ അടുത്ത് സഹായിക്കാമോ. ഞാൻ ആലോചിച്ചിട്ട് എന്നാണേലും അങ്കമാലി വഴിയാണ് വണ്ടി പോകുന്നത്. പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, എന്ത് മിനിസ്റ്ററിന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഞാനിപ്പോൾ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് അതിനകത്തൊരു അലക്സ് ഉണ്ട്, കണ്ടൊരു പിതാവിനകത്തുണ്ട്. അപ്പോൾ ഒരു അലക്സ് വേറെ വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ പിതാവോ വേറൊരാൾ വന്നു നിങ്ങൾ കരുതിയാണ്. ഓക്കെ, അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു കുറവുണ്ടായിരുന്നു. ഗാദറിങ് നന്നായിട്ട് നടക്കട്ടെ കേട്ടോ, എല്ലാവിധ ഭാഗങ്ങളും ഗാദറിങ്ങിന്. അപ്പം ഹോം മിനിസ്ട്രി എന്നത് എനിക്ക് പരിചയമില്ല കേട്ടോ, പേര് പറയട്ടെ. നമ്മുടെ അജ്ഞത പറയണമല്ലോ, അറിവില്ല നമ്മൾ പറയണമല്ലോ. അത് തന്നെയാണൊരു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പല സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതലും എൻ്റെ ജീവിതം മുഴുവൻ തന്നെ സെമിനാരിക്കുള്ളിൽ ഈ ടീച്ചിങ് കരിയർ ആയിരുന്നുകൊണ്ട്, പ്രൊഫസറി വർക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ജോലികളെ കുറിച്ച് അറിവില്ലാതെ പോയത്. അതുകൊണ്ട് ഇപ്പം നവീകരണ ധ്യാനം ഉണ്ടെന്നറിയാം, ധ്യാനത്തിൻ്റെ പരിപാടികളൊക്കെ അറിയാം. പക്ഷെ ഞാനധികം ധ്യാനിക്കാൻ പോയിട്ടില്ല, കാരണം അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം സ്ഥിരമായിട്ട് ക്ലാസ് കൃത്യകൃത്യത്തിൽ പോകണമെങ്കിൽ അവിടെ അവൈലബിൾ ആണല്ലോ, അങ്ങനത്തെ കുറവേ ഉള്ളൂ. ഏതായാലും ഈ മിനിസ്ട്രി അത് എങ്ങനെ ഉദയം ചെയ്തു എന്ന് ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. ഇതിൻ്റെ ആശയം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് തന്നത് നമുക്ക് അറിഞ്ഞൂടെ. ഏതായാലും വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നത് മനസ്സിലാവുന്നു അല്ലേ? നമ്മൾ സന്തോഷത്തോടുകൂടിയല്ലേ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അകലെ നന്ദിരിക്കുന്ന ഒരാൾ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏകദേശം അവർ വളരെ ഇൻ്റലിജൻ്റ് ആട്ടോ. നിങ്ങൾ എല്ലാവരെയും കൂടെ അങ്ങോട്ട് കൊടുക്കാൻ പ്ലാനില്ല. സർട്ടിഫിക്കറ്റ് ആരെയും മേടിച്ചോണ്ട് കൊള്ളാം, അത് എടുക്കരുത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈശോയുടെ നാമത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ഈ സംരംഭം വളരെ ഫലപ്രദമായിരിക്കുന്നുള്ളതിനെ കുറിച്ച് ഒട്ടും സംശയിക്കേണ്ടതില്ല. ഈശോയുടെ നാമത്തിൽ തുടങ്ങിയതാണെങ്കിൽ ഈശോ അബാൻഡൻ ചെയ്യില്ല, ഉപേക്ഷിക്കുകയില്ല. അതാണ് ഈശോയുടെ ഒരു പ്രത്യേകത. ഈശോയുടെ നാമത്തിൽ തുടങ്ങിയ ഒരു സംരംഭം ഒരിക്കലും അങ്ങനെ പരാജിതമാകുകയില്ല. രണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, അവരിപ്പോൾ സ്വീകരിച്ചോണേ. അങ്ങനെയാണ് വരുന്നവരാണെങ്കിൽ സ്വീകരിച്ചേക്കുക. നീ ചേച്ചിമാരൊന്നും കഴിച്ചില്ല കേട്ടോ, നമ്മളെ ആരെയും കണ്ടുപിടിക്കാൻ പോലുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഒന്നിച്ച് കൂട്ടായ്മയ്ക്ക് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു, ഒത്തിരി അനുമോദനം അർപ്പിക്കുന്നു. കുഞ്ഞുമക്കൾക്ക് വളരട്ടെ. നിങ്ങൾക്ക് ആ ഹൃദയം തുറവി പരിശുദ്ധാത്മാവിന്റെ ദാനമായിട്ട് എനിക്ക് തോന്നുന്നത്. തരുന്ന എന്നൊരു വാക്ക് പറഞ്ഞല്ലോ, ദൈവം തരുന്ന മക്കളെ സ്വാഗതം ചെയ്യും. അങ്ങനെ സ്വാഗതം ചെയ്യാനുള്ള ആ തുറവി നമുക്ക് കിട്ടുന്തോറും നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് വേറെ രീതിയിലുള്ള ഉദാഹരണം പറയണേ. നമുക്ക് ഇപ്പോൾ ആശീർവദിക്കണം. ഇത് സ്വീകരിക്കുന്നവരും ഇത് വെക്കുന്നതുമായ സ്ഥലങ്ങൾ അനുഗ്രഹീതമാകട്ടെ. എല്ലാവരും തിന്മയുടെ ബന്ധങ്ങളിൽ നിന്നും ഈ ഉപയോഗിക്കുന്ന വ്യക്തികളെയും ഇതായിരിക്കുന്ന സ്ഥലങ്ങളും വിമോചിതമാകട്ടെ. പ്രധാന ആത്മാവിന ഇത് പ്രവർത്തികമാകുമാറാകട്ടെ. നമ്മളുടെ ആവശ്യം കൃപയും പിതാവാന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വ്യവസ്ഥകളോടുകൂടി സ്വീകരിക്കുന്നവരോടുണ്ടാകട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. സഭയിലെ അംഗങ്ങളായി മുന്നേറുവാനുള്ള മഹാഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നല്ല ദൈവമേ, അതിനെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ വിളിച്ചപേക്ഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈശോയുടെ നാമം പങ്കുവെച്ചെന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
ഞങ്ങളുടെ നെറ്റിയിൽ ആദ്യമായി കുരിശ് വരച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞങ്ങളുടെ ദേവാലയത്തിൽ കൊണ്ടുപോയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അതിൽ ചിലരെല്ലാം മരിച്ചുപോയി, അവരെയൊക്കെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പൂർവീകരെ, മരിച്ചവരെ, മാതാപിതാക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈശോയെ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോടൊത്ത് ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ വലിയ പരിപാലനയ്ക്ക്, അങ്ങയുടെ പ്രത്യേക അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഈശോയെ, ഈ മാതാപിതാക്കൾ അഭിമുഖീകരിക്കുന്ന നൊമ്പരങ്ങളും വേദനകളും എന്നാൽ ഒപ്പം അനുഭവിക്കുന്ന നിന്നിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയും നിന്നിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ സന്തോഷവും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവർക്ക് അങ്ങ് നൽകിയിരിക്കുന്ന കുഞ്ഞുമക്കളെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുമക്കളെ നിന്റെ പദ്ധതി അനുസരിച്ച് വളർത്തേണമേ. അവരുടെ വഴികളിൽ തണലുമായി ഉണ്ടാകുമാറാകണമേ. ഇവരുടെ കൂട്ടായ്മയ്ക്ക് നിലനിൽപ്പ് നൽകണമേ. ഒരിക്കലും ശീതലമാകാതെ, തിന്മയുടെ സ്വാധീനത്തിൽപ്പെടാതെ, തെറ്റിദ്ധാരണകളിൽപ്പെടാതെ സഭയുടെ കൂട്ടായ്മയിൽ തന്നെ നിന്നുകൊണ്ട് നിശ്ചയ മക്കൾക്ക് എല്ലാവർക്കും ഉത്തരോത്തരം ആശീർവാദം തരാൻ കഴിയുക. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും വിശേഷ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും സ്വർഗീയങ്ങളുടെയും മാധ്യസ്യവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും